സഹിതം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കണ്ടോ, എൻ്റെ ഈ ഹെയർ എൻ്റെ ഇവിടുത്തെ പോയ ഹെയറാണ് കേട്ടോ. ഈ ഹെയറൊക്കെ പോയിട്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി നല്ല തിക്കായിട്ട് ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെയർ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ തെളിവോടെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടായത്. എൻ്റെ ഹെയർ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലോപേഷ്യ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഭാഗത്തു നിന്നാണ് എൻ്റെ ഹെയർ നന്നായിട്ട് പോയത്. ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ക്രീം അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഹെയറിൽ എൻ്റെ സ്കാൽപ്പിലായി. അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പോൾ ഞാൻ ആ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടെ ഞാൻ മുടി ചീകിയപ്പോൾ, പിറ്റേ ദിവസമല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചീകിയപ്പോൾ എൻ്റെ കൊമ്പ് ചെയ്തപ്പോൾ എൻ്റെ ഈ ഒരു ഇവിടുത്തെ ഹെയർ മൊത്തം പോയി. ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കൂടുതൽ ഹെയർ നന്നായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറിനെയോ അങ്ങനെ ഡോക്ടേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ചെയ്യാറുള്ള, ഞാൻ നേരത്തെ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ സിറം കൂടി, അതായത് വാട്ടർ ബേസ്ഡ് സിറം ഉണ്ടത്, അതും കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടോ. വിത്തിൻ ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായി. ഞാൻ അത് കാണിച്ചു തരാം, തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കണ്ടോ, എൻ്റെ ഈ ഹെയർ എൻ്റെ ഇവിടുത്തെ പോയ ഹെയറാണ് കേട്ടോ. കുറച്ച് കൂടുതൽ ഹെയർ എൻ്റെ ഉണ്ട്. ഈ ഹെയറൊക്കെ പോയിട്ട് വന്ന ഹെയറാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നീളം വെച്ചു കണ്ടോ. ഇതിൽ കൂടുതൽ ഹെയർ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയും ഹെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നേരത്തെ ചെയ്തിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു സിറം കൂടിയാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടി, അതായത് കൊഴിഞ്ഞു പോയ സ്ഥലത്ത് നിന്ന് മുടി നന്നായിട്ട് കിളിർത്ത് വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ വേയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറമാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ ഒന്നും വാഷ് ചെയ്യേണ്ട. അഥവാ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം നിങ്ങളുടെ തലയിലായാൽ കോൾഡ് എന്തായാലും അലർജി വരുന്നുള്ളവർ മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി. അല്ലാത്തവർ ഇത് ഒരു ദിവസം 2 നേരം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഉപയോഗിക്കരുത്. ഹെയർ പെട്ടെന്ന് വളരട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 5-6 തവണയൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ചതിന് വേറൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു ദിവസം 2 നേരം മാത്രം നമ്മളിത് അപ്ലൈ ചെയ്താൽ മതി. മാത്രമല്ല, നിങ്ങളുടെ ഹെയർ ഭയങ്കര ഒട്ടിക്കിടക്കുന്ന ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ബൗൺസി ആയിട്ട് കുറച്ച് തിക്കായ പോലെ നമുക്ക് തോന്നിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ചതിന് പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നന്നായിട്ട് ഡ്രൈ ആക്കുന്നതൊന്നും കുറയ്ക്കാനും നല്ല ഷൈനി ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഈ ഒരു ഹെയർ സിറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഹെയർ സിറം നമുക്ക് ഒരാഴ്ചന് മേലെ വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നിങ്ങളിത് തയ്യാറാക്കി വെക്കേണ്ട കേട്ടോ, കാരണം അത് കുറച്ച് കേടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വൃക്ഷവേദിൻ്റെ ഈ ഒരു റോസ്മേരി ലീവ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ. ഞാനിത് 2-3 തവണ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട്, അപ്പോൾ നല്ലതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് 50 ഗ്രാം പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 219 രൂപയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ 2 സ്പൂൺ റോസ്മേരിയാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. 2 സ്പൂൺ നമുക്ക് ചേർക്കാം. 1.5 ഗ്ലാസ് വെള്ളത്തിന് 2 സ്പൂൺ റോസ്മേരി ലീവ്സ്. എന്നിട്ടിത് നന്നായിട്ട് ഞാനിതിൽ 20 മിനിറ്റാണ് തിളപ്പിക്കാൻ വെക്കേണ്ടത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ വെക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു സത്ത് നമുക്കതിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ആയിരിക്കും. ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അരിച്ചിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ
റോസ്മേരിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലേ റോസ്മേരിൻ്റെ. പല യൂട്യൂബേഴ്സും ഇതുപോലെ റോസ്മേരിൻ്റെ ഏത് പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയില്ല, സ്പ്രേ വളരുന്നത്, അതായത് ഹെയർ വളരുമെന്ന് വേണ്ടി കാണിക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം നാച്ചുറൽ വേയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം നല്ലതാണ്, നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹെയർ സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഒരാഴ്ച ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. രാവിലെയും വൈകുന്നേരം ഇത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒരുപാട് ഉപയോഗിക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ സിറം എന്ന് പറയുന്നത്. എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സിറം എന്ന് പറയുന്നത്. 1 വീക്കിലുള്ളത് ഉണ്ടാക്കിയാൽ മതി, അതാണ് നല്ലത്. ഒരുപാടായ അതിൻ്റെ സ്മെല്ലൊന്നും കുറച്ച് കഴിഞ്ഞാൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഹെയർ കെയർ റൂട്ടീനിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹെയർ സിറം അപ്ലൈ ചെയ്യണത് ഇങ്ങനെയാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് റൂട്ട് എടുത്തിട്ട് ഹെയർ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയറിലത്തെ എല്ലാ പ്രോബ്ലംസും മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് മാറാനും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഹെയറൊക്കെ എപ്പോഴും തലയൊക്കെ നന്നായിട്ട് എപ്പോഴും ചൂടായി ഇരിക്കുന്നവർക്കൊക്കെ ഈ ഒരു സ്പ്രേ നല്ലതാണ് കേട്ടോ. കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഫേസിലായി പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഫേസിന് ഇത് സ്കിൻ കെയറിനും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത്. റോസ്മേരി ഉപയോഗിച്ചിട്ട് തന്നെ വേറെ ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ സിറം ഉണ്ട് കേട്ടോ. ഞാനത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇപ്പോൾ ഡാൻഡ്രഫ് മാറാനും, നമ്മുടെ ഹെയറിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം മുടിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ റൂട്ടിലും എത്തുന്ന രീതിയിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹെയറിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്, താരനുണ്ട്, അല്ലെങ്കിൽ മുടി പോയിട്ട് വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളിതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹെയർ കെട്ടിവെക്കുന്നവരാണെങ്കിൽ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം കെട്ടിവെക്കുക കേട്ടോ. അതായത് ചിലപ്പോൾ ജലദോഷം, ചുമ, കഫക്കെട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഹെയർ എടുക്കുക, ബാക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹെയർ ഗ്രോത്ത്, അതായത് നിങ്ങളുടെ ഹെയർ എവിടെ നിന്നാണോ കൊഴിഞ്ഞു പോയിരിക്കണം അവിടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. എൻ്റെ ഹെയർ കൂടുതലും കൊഴിഞ്ഞു പോയിരിക്കുന്നത് ബാക്കിൽ നിന്നാണ് കേട്ടോ. കാരണം ബാക്ക് സൈഡിലാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തപ്പോൾ, അതായത് എൻ്റെ സ്കാൽപ്പിലായത്. അതുകൊണ്ട് അവിടെ നിന്നാണ് കൂടുതൽ ഹെയർ പോകണത് കേട്ടോ. അപ്പോൾ ഹെയർ കെയർ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല ഒരു ചേഞ്ചസ് ഉണ്ടായത്. ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടായി. അതാണ് മെയിനായിട്ട്. ഹെയർ ഗ്രോത്ത് ഇവിടുന്ന് ഹെയർ വരണം, അതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ഉദ്ദേശം. നല്ല തിക്കായിട്ട് ഹെയർ വരും. കണ്ടോ, ഹെയറിൻ്റെ എല്ലാവിടെയും ഇപ്പം ഞാൻ ഇത് ഹെയർ സിറം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തല ഇന്നലെ കഴുകിയതാണ്, അപ്പോൾ ഇന്ന് ഞാൻ വാഷ് ചെയ്യണില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഹെയർ നിങ്ങൾ കെട്ടിവെക്കുന്ന, യൂഷ്വലി നിങ്ങൾ എങ്ങനെയാണോ കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കെട്ടിവെക്കാറുള്ളത് അങ്ങനെ നിങ്ങൾ കെട്ടിവെക്കാം കേട്ടോ.
അപ്പോൾ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡാൻഡ്രഫ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല തിക്കായിട്ട് മുടി വളരാനും പോയ സ്ഥലത്ത് നിന്ന് നല്ല മുടി കിളിർത്ത് വരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു റോസ്മേരിൻ്റെ ഈ ഒരു ഹെയർ സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റോസ്മേരി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അതിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കോ. പക്ഷേ കൂപ്പൺ കോഡ് ഡിസ്കൗണ്ട് ഒന്നുമില്ല കേട്ടോ, അതിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കോ. അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. ഈ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ നല്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഒന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെങ്കിൽ ലിങ്ക് ഉണ്ട്, അത് വേണമെങ്കിൽ വാങ്ങിക്കോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് കാണുന്ന പകുതിവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലത്തെ വീഡിയോസുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.